ഹായ് ഓൾ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഒരു അടിപൊളി സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ഫ്രഷ് ഫ്രൂട്ട് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഓവണില്ലാണ്ട് നോൺ ആൽക്കഹോളിക് ആയിട്ട് ചെയ്യുന്ന ടൈപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാനൊന്ന് ചെയ്ത് കാണിക്കുന്നത്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ആ ഒരു അളവിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തയ്യാറാക്കി വെക്കാം. ഇതൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ കേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സീവ് ചെയ്തിട്ട് വെക്കണം. വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 1 കപ്പ് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റിയിട്ടുണ്ട്. പകരം നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു എക്സ്ട്രാ ഐറ്റമാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള കിവിയുടെ കേക്കിലും ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ടെക്സ്ചർ തന്നെ വ്യത്യാസമാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്കിന്. അപ്പോൾ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് സീവ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസുള്ള ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം. ആദ്യം സ്ലോ സ്പീഡിൽ നമ്മൾ തുടങ്ങിയിട്ട് പിന്നീട് സ്പീഡ് കൂട്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/4 കപ്പ് എന്നുള്ളത് 1 കപ്പ് വരെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. മധുരം നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് 1 കപ്പ് വരെയൊക്കെ എടുക്കാം. അത്യാവശ്യം ബീറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാർട്ടായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ കേക്കിലും നമ്മളിത് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ലോ സ്പീഡിലിട്ടിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ട് തന്നെ സ്ട്രോബെറി എസെൻസ് ആണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കളറും സ്ട്രോബെറി എസെൻസും കൂടി ഫ്ലേവറും കൂടി കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 1 സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നന്നായിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു റോസ് കളർ അല്ലെങ്കിൽ റെഡ് കളറും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അധികം കളർ ആക്കുന്നില്ല, ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ കേക്ക് ബേക്ക് ആക്കിയിട്ട് എടുക്കുന്നത്. നല്ല റെഡിഷ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓവണിലല്ല ഇത് ബേക്ക് ചെയ്യണത്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, വലിയൊരു വൈഡായിട്ടുള്ളൊരു പാൻ ചൂടാക്കാൻ വേണ്ടി 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിലൊരു വയർ റാക്ക് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്കാക്കി എടുക്കുന്നത്. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പം കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് ടൈം കുറവാണ്. നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഇതുപോലെ കിട്ടും. അപ്പോൾ 20 to 25 മിനിറ്റ്സേ എന്തായാലും വേണ്ടി വരുള്ളൂ. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുക്കായി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്രഷ് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ബോട്ടിലിൽ യൂസ് ചെയ്യണതല്ല കേട്ടോ, ഫ്രഷ് ആയിട്ട് സ്ട്രോബെറി വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ 1 കപ്പ് സ്ട്രോബെറിക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിൽ ചെറിയ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അത് മാത്രമല്ല നല്ല കളറുള്ള സ്ട്രോബെറി നോക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല കളറിൽ തന്നെ നമുക്ക് ക്രഷ് കിട്ടും. ഇനിയിപ്പോൾ കളർ കുറവാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ 1 ഡ്രോപ്സോ 2 ഡ്രോപ്സോ ആഡ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് നല്ലപോലെ തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ നന്നായി ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. പഞ്ചസാര ഉള്ള കാരണം കൊണ്ട് തന്നെ അത് നമുക്ക് നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും.
ഇനി നമുക്ക് ചൂടാറിയ കേക്ക് നമുക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഫ്രോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബേക്കിംഗ് ഷീറ്റൊക്കെ ഒന്ന് മാറ്റാം. അതിനടിയിലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാനിതൊരു 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പാണ്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മധുരമുള്ള ടൈപ്പാണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് അളവിലാണ് ഇപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് തുടങ്ങാം. ഒരു 4-5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബീറ്റ് കിട്ടും. ഓരോരുത്തരുടെ ബീറ്ററിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് വേണം കേട്ടോ ബീറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കേക്ക് ബോർഡ് നമ്മുടെ ടേൺ ടേബിളിൽ നിന്ന് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനകത്ത് കുറച്ചൊന്ന് വെള്ളം ഒന്ന് താക്കിയിട്ട് വെക്കുക. അപ്പോൾ ഈ ടേൺ ടേബിളിൽ നിന്ന് നമ്മളുടെ ഈ ഒരു കേക്ക് ബോർഡ് മൂവ് ചെയ്യില്ല. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ലെയർ വയ്ക്കുക. ഞാനിപ്പം ഓരോ ലെയറിലും നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യണത് സ്ട്രോബെറി മിൽക്കാണ് കേട്ടോ. സ്ട്രോബെറി ക്രഷും പാലും കൂടിയിട്ട് അടിച്ചിട്ടുള്ള സ്ട്രോബെറി മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കേക്കിലൊക്കെ നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ സുഖമാണ്. 1 കപ്പ് അളവിന് 1 കപ്പ് വെള്ളം വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് വെറ്റ് ചെയ്തിട്ടെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി എസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷോ അതിനകത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി മിൽക്കാവുമ്പോൾ നമുക്കൊന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ മേലയിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ കുറച്ചധികം തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്രഷ് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ വൈറ്റ് വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രഷ് ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മേലിലായിട്ട് ഞാൻ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ട്രോബെറി ക്രഷിന് പകരം ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടാലും മതി. പക്ഷെ അതിനായിട്ട് നല്ലത് ടേസ്റ്റ് ക്രഷ് ഒഴിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെയർ സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. വെറ്റ് ചെയ്തിട്ടെടുക്കാം. സ്ട്രോബെറി മിൽക്ക് ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഓൾമോസ്റ്റ് വലിയ തിക്നെസ്സിൽ കൊടുക്കണ്ട. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് കവറാക്കിയിട്ട് എടുത്താൽ മതി. കാരണം നമ്മളിതിൻ്റെ മേലയിൽ ഇനി കളേർഡായിട്ടുള്ള വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണത് നല്ലതാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ റെഡ് കളർ ക്രിസ്മസ് റെഡ് എന്നുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രോബെറി ആയതുകൊണ്ടാണ് ഈ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്തത്. ഇനി നമുക്കത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതാണ് നമുക്കൊന്നും കൂടി എളുപ്പം ഇത് ടോപ്പിൽ നമ്മൾ ഐസിങ് ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മേലിൽ ഈ ഒരു പിങ്ക് കളർ കേക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് നല്ല പോലെ കവർ ആവുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പൈപ്പിംഗ് ബാഗിൽ നിന്ന്. അതിനുശേഷം നമ്മൾ പെല്ലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം നല്ല രീതിയിൽ തന്നെ സെറ്റാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ഭാഗവും അതുപോലെ തന്നെ സൈഡൊക്കെ ലെവലാക്കി എടുക്കാനായിട്ട് പെല്ലറ്റ് നൈഫും ഇതുപോലെയുള്ള സ്ക്രാപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലോണം കേക്കുമ്പോൾ ആ ഒരു ഐസിങ് ചെയ്യാനായിട്ടുള്ള ക്രീം നല്ല പോലെ കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല എഡ്ജൊക്കെ നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. എഡ്ജെല്ലാം ഒരു വിധത്തിൽ ഷാർപ്പായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഭാഗത്തുള്ള എക്സ്ട്രാ ഉള്ള ക്രീമൊക്കെ നമുക്കൊന്ന് വൈപ്പ് ചെയ്തിട്ടെടുക്കാം. അതല്ല ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സിലിക്കോണിൻ്റെ ആ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൊടുക്കാനുള്ള ഗനാഷ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ സാധാരണ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ 1 കപ്പ് വൈറ്റ് കോമ്പൗണ്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുള്ളത്. സ്ട്രോബെറിയുടെ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഡയറക്റ്റ്. അപ്പോൾ എൻ്റെ അതിൽ അതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വൈറ്റ് കോമ്പൗണ്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് നല്ലോണം ഇത് മെൽറ്റായി പോയിക്കോളും. പിന്നെ കളറിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ട്യൂലിപ്പ് റെഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഒരു പിങ്കിഷ് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റായിട്ട് വേണം ഇതിൻ്റെ മേലേൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഡ്രിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ആദ്യം, അതിന് ശേഷം മൊത്തമായിട്ട് കവർ ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഡ്ജിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ജസ്റ്റ് ഞാൻ ഒന്ന് ചൂടാറിയപ്പോഴേക്കും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ മൊത്തമായിട്ട് ചുറ്റിലും ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെൻറ്റർ പോർഷനിലും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ നോസിൽ വെച്ചിട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് വെറുതെ ഒന്ന് സ്പൈറൽ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗനാഷ് സെറ്റായതിന് ശേഷം മാത്രം ചെയ്യാം. ഇതിപ്പോൾ സെറ്റാകാത്തത് കൊണ്ട് ജസ്റ്റ് ആ സ്പൈറലൊക്കെ ഒരുമിച്ചായി പോയിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ വെച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും കുറച്ച് ചോക്ലേറ്റ്സും കൂടി വെച്ചിട്ടാണ് ടോപ്പിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കേക്ക്സിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ റെസിപ്പീസൊക്കെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. താങ്ക് യു.